ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2-ലെ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സോ നമ്മൾ ഇന്ന് മുതൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ +1-ലെയും +2-ലെയും ബയോളജിയിലെ ബോത്ത് ബോട്ടണി ആൻഡ് സുവോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എത്ര എളുപ്പത്തിൽ അത് പഠിക്കാമെന്ന് നമ്മളിവിടെ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതിലാദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. സോ യു ഹാവ് ലേൺഡ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ആന്തർ. Then regarding the structure of microsporangium, there are 4 wall layers: epidermis, endothecium, middle layers and tapetum. Then you have to know the functions of each and every layer. And the function പറഞ്ഞിരിക്കണം. epidermis, endothecium, middle layer, first 3 layers provide protection and helps in dehiscence of anther. Then innermost layer ആയിട്ടുള്ള tapetum nourishes the developing pollen grain. ന്യൂട്രീഷൻ കൊടുക്കുന്ന ആളാണ് tapetum. Then നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. സോ നിങ്ങൾക്കറിയാം പോളൻ ഗ്രെയിൻ ഈസ് ദ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലേ. സോ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്സൈൻ ഉണ്ട്, ഇൻറ്റൈൻ ഉണ്ട്. So 2 layers are there, exine and intine. Exine is the harder outer layer and this exine is made up of a substance called sporopollenin. Then intine is made up of cellulose and pectin. അതുപോലെ തന്നെ പോളൻ ഗ്രെയിനിൽ 2 സെൽസാണ് സൈറ്റോപ്ലാസത്തിൽ നമുക്ക് കാണാൻ പറ്റുക. വലിയ സെല്ല് വെജിറ്റേറ്റീവ് സെല്ലാണ്, അത് ഫുഡ് റിസർവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ചെറിയ സെല്ല് ജനറേറ്റീവ് സെല്ലാണ്. ജനറേറ്റീവ് സെല്ല് സ്പിൻഡിൽ ഷേപ്ഡ് ആണ് വിത്ത് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ദെൻ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ടേംസ് ആണ് മോണോകാർപ്പിലറി ആൻഡ് മൾട്ടി കാർപ്പിലറി. സോ മോണോകാർപ്പിലറി എന്താ, ഫ്ലവറിൽ ഒരൊറ്റ കാർപ്പൽ മാത്രം ഉള്ളെങ്കിൽ, ഇഫ് എ സിംഗിൾ കാർപ്പൽ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫ്ലവർ ഇറ്റ് ഈസ് കോൾഡ് മോണോകാർപ്പിലറി. ഇഫ് മോർ ദാൻ 1 കാർപ്പൽ ഈസ് പ്രസൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി കാർപ്പിലറി. സോ മൾട്ടി കാർപ്പിലറിയിലെ 2 കണ്ടീഷൻസ് ആണ് അപ്പോകാർപ്പസ് ആൻഡ് സിൻകാർപ്പസ്. സോ അപ്പോകാർപ്പസിൽ കാർപ്പൽസ് ഫ്രീ ആണ്. ഓക്കെ, വെൻ കാർപ്പൽസ് ആർ ഫ്രീ, കാർപ്പൽസ് യുണൈറ്റഡ് അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പോകാർപ്പസ് ആണ്. വെൻ കാർപ്പൽസ് ആർ യുണൈറ്റഡ്, സിങ്ക് ആയിട്ടിരിക്കുക, ഒരുമിച്ചിരിക്കുക, വെൻ കാർപ്പൽസ് ആർ യുണൈറ്റഡ് ഇറ്റ് ഈസ് കോൾഡ് സിൻകാർപ്പസ്. Then another important topic is the structure of ovule. ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ് ലേബൽ ചെയ്യാനൊക്കെ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ. സോ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ ഓർത്തിരിക്കുക. ഫ്യൂണിക്കിൾ, ഹൈലം, അതുപോലെ തന്നെ ഇൻറ്റഗുമെൻസ്, മൈക്രോപൈൽ, ന്യൂസെല്ലസ്, എംബ്രിയോസാക്, ചലാസൽ എൻഡ് ആൻഡ് മൈക്രോപൈലാർ എൻഡ് ഓർ ചലാസൽ പോൾ ആൻഡ് മൈക്രോപൈലാർ പോൾ. ഓവ്യൂള് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചറാണ് എംബ്രിയോസാക്. സോ നമുക്കെല്ലാം അറിയാം എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചറാണ് അല്ലേ. സോ ആ 7 സെൽസും മാർക്ക് ചെയ്യാനായിട്ട് പഠിച്ചു വയ്ക്കുക. ചലാസൽ എൻഡിൽ 3 സെൽസ് ഉണ്ട്, ആൻറ്റിപോഡൽസ്. മൈക്രോപൈലാർ എൻഡിൽ 3 സെൽസ് ഉണ്ട്. ടുഗദർ ദീസ് 3 സെൽസ് ആർ കോൾഡ് എഗ് അപ്പാരറ്റസ്. ഓക്കെ, സോ എഗ് അപ്പാരറ്റസിൽ 2 സെൽസിനെ നമ്മൾ സൈനർജിഡ്സ് എന്നാണ് വിളിക്കുക. വലിയ 2 സെൽസ്, ഈ 2 സെൽസ് സൈനർജിഡ്സ് ആണ്. ഈ ചെറിയ സെല്ല് എഗ് സെല്ലാണ്. ദെൻ നടുക്കത്തെ വലിയ സെൻട്രൽ സെൽ, അവിടെ 2 പോളാർ ന്യൂക്ലിയർ പ്രസന്റ് ആണ്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് മെച്വർ എംബ്രിയോസാക്. അതുപോലെ തന്നെ നിങ്ങളുടെ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ. സോ ഫിലിഫോം അപ്പാരറ്റസ് ഇറ്റ് ഗൈഡ്സ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. ഉള്ളിലേക്ക്, എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലേക്ക് പോളൻ ട്യൂബിൻ്റെ എൻട്രി ഗൈഡ് ചെയ്യുന്ന സിനർജിഡ്സിലെ ഈ ഫിലിഫോമ തിക്കനിങ് ആയിട്ടുള്ള ഫിലിഫോം അപ്പാരറ്റസ് ആണ് ദ ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് പോളിനേഷൻ. സോ പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. There are 3 types of pollination. Autogamy. Autogamy എന്താണ്, സെയിം ഫ്ലവർ അല്ലേ, ഒരേ ഫ്ലവറിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ തന്നെ സിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ആവുക, ദാറ്റ് ഈസ് ഓട്ടോഗമി. Then between 2 flowers of the same plant, ഒരേ പ്ലാന്റിൽ തന്നെ 2 ഫ്ലവേഴ്സ് തമ്മിൽ പോളിനേഷൻ വരികയാണെങ്കിൽ ഗെയ്റ്റിനോഗമി. Then between 2 different plants of the same species it is called xenogamy. So 3 types: autogamy, ഗെയ്റ്റിനോഗമി ആൻഡ് xenogamy. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ് കാസ്മോഗമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്ലീസ്റ്റോഗമസ് ഫ്ലവേഴ്സ്. കാസ്മോഗമസ് ഫ്ലവേഴ്സ് നമ്മുടെ നോർമൽ ഫ്ലവേഴ്സ് പോലെ ഓപ്പൺ ഫ്ലവേഴ്സ് ആണ്. ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ് ക്ലീസ്റ്റോഗമസ് ഫ്ലവേഴ്സ്. സോ നമ്മുടെ ടെക്സ്റ്റിൽ 3 പ്ലാന്റ്സ് പറയുന്നുണ്ട്: വയോള,
oxalis and camelina. So these three plants have this two type of flowers, that is chasmogamous and cleistogamous flowers. പിന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് വിൻഡ് പോളിനേഷൻ, വാട്ടർ പോളിനേഷൻ ആൻഡ് ഇൻസെക്ട് പോളിനേഷൻ ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ്. സോ വിൻഡ് പോളിനേഷൻ ഗ്രാസസിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എനോർമസ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി, വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ, ലാർജ് ഫെദറി സ്റ്റിഗ്മ. ഇതെല്ലാം വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സാണ്. കമ്മിങ് ടു വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, അവിടുത്തെ ക്യാരക്ടർ നമ്മൾ പറയുകയാണെങ്കിൽ പോളൻ ഗ്രെയിൻസിൽ എന്തുണ്ട്, മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ട് ടു പ്രൊട്ടക്ട് ദം ഫ്രം വെറ്റിംഗ്. ദെൻ ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ, ദേ ആർ നോട്ട് വെരി കളർഫുൾ. അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസ്, ദേ ആർ ലോങ് ആൻഡ് റിബൺ ലൈക്ക് പോളൻ ഗ്രെയിൻസ്. കമ്മിങ് ടു ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, സോ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ലാർജ് ആയിരിക്കും, കളർഫുൾ ആയിരിക്കും, ഫ്രാഗ്രൻസ് ഉണ്ടാവും, ആൻഡ് ഓൾസോ ദേ വിൽ ബി റിച്ച് ഇൻ നെക്ടർ. ദെൻ ഇഫ് ദ ഫ്ലവർ ഈസ് സ്മോൾ, അവർ ഒരുമിച്ച് ചേർന്നൊരു ഗ്രൂപ്പായിട്ട് നിൽക്കും, ഇൻഫ്ലോറസൻസ് ഫോം ചെയ്യും, എന്നാൽ മാത്രമാണ് അത് ആ ഇൻസെക്റ്റിന് വിസിബിൾ ആവുള്ളൂ. ഓക്കെ. ദെൻ ചില ഫ്ലൈസും ഒക്കെ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ്, ദേ വിൽ പ്രൊഡ്യൂസ് സം ബാഡ് സ്മെൽ ഇൻ ഓർഡർ ടു അട്രാക്ട് ദീസ് ഇൻസെക്ട്സ്. അതുപോലെ തന്നെ ചില കേസസിൽ മിക്ക കേസസിലും ഇൻസെക്ട്സിൻ്റെ പോളിനേഷൻ നടക്കുന്ന കേസിൽ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കും ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.